നമസ്കാരം. അനാവശ്യമായ വാചകമണി നിർത്തിയില്ലെങ്കിൽ അടുത്തിടെ കിട്ടിയതുപോലെ മുറിവേൽക്കുന്ന കനത്ത തിരിച്ചടി ഇനിയും നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ US സന്ദർശനത്തിനിടെ നടത്തിയ ഇന്ത്യാവിരുദ്ധ പ്രസ്താവനകൾക്കെതിരെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സ്വന്തം ആഭ്യന്തര പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന തരത്തിലുള്ള വിദ്വേഷപരമായ പ്രസ്താവനകൾ പാക് നേതൃത്വത്തിൽ നിന്ന് തുടരെ ഉണ്ടാകുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടു. സ്വന്തം പരാജയങ്ങൾ മറച്ചുപിടിക്കാനുള്ള പാകിസ്ഥാന്റെ പ്രവർത്തന രീതിയാണിതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാന്റെ ഏത് അതിസാഹസത്തിനും കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീർ നടത്തുന്ന വീരവാദങ്ങൾ സ്വന്തം തോൽവി മറയ്ക്കാനാണ്. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിൽ അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതി ഇടപെടുന്നത് അംഗീകരിക്കില്ല. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പാകിസ്ഥാൻ നിർത്തുന്നതുവരെ കരാർ റദ്ദാക്കിയ നടപടി തുടരും. അമേരിക്കയുമായിട്ടുള്ള ബന്ധം മാറ്റമില്ലാതെ തുടരുമെന്നും ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം അലാസ്കയിൽ ഈ മാസം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മെയിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും തുടർന്ന് വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ അപേക്ഷയും പരാമർശിച്ചായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. US സന്ദർശന വേളയിലാണ് ഇന്ത്യയെ വെല്ലുവിളിച്ച് അസീം മുനീർ പ്രസ്താവനകൾ നടത്തിയത്. പാകിസ്ഥാന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ലോകത്തിന്റെ പകുതിയോളം ഇല്ലാതാകുമെന്നുള്ള ഭീഷണിയായിരുന്നു അസീം മുനീർ ഉയർത്തിയത്. ആണവ യുദ്ധത്തിനുള്ള സാധ്യതയുണ്ടെന്നും അസീം മുനീർ പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രസ്താവനകളെ നിരുത്തരവാദപരവും ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇന്ത്യ പ്രതികരിച്ചിരുന്നു. ഭീകര സംഘടനകൾക്ക് പിന്തുണയേകുന്നതും സൈനിക ഭരണകൂടം നിലവിലുള്ളതുമായ പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള ആശങ്കയും ഇന്ത്യ പങ്കുവച്ചിരുന്നു. ഇന്ത്യയുമായി സൗഹൃദ ബന്ധമുള്ള ഒരു രാജ്യത്തിരുന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന അസീം മുനീറിനെ ഇന്ത്യ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്തിനേയും ഏത് വിധേനയും നേരിടുമെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. ഏപ്രിൽ 22-നായിരുന്നു പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ ഭീകരവാദികൾ വെടിവെച്ചു കൊന്നത്. തൊട്ടടുത്ത ദിവസമാണ് ആദ്യ തിരിച്ചടി എന്ന നിലയിൽ കരാർ റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യ ഉത്തരവിറക്കിയത്. പാകിസ്ഥാൻ ഉത്തരവാദിത്തമില്ലാത്ത രാജ്യമാണെന്നതിന് തെളിവാണ് അസീം മുനീർ US-ൽ വെച്ച് നടത്തിയ ആണവ ഭീഷണിയെന്ന് ഇന്ത്യ നേരത്തെയും പ്രതികരിച്ചിരുന്നു. ഇത്തരമൊരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകുന്നത് വലിയ അപകടമാണ്. പാകിസ്ഥാനിൽ ജനാധിപത്യം തരി പോലും ശേഷിക്കുന്നില്ലെന്നും സൈന്യത്തിനാണ് നിയന്ത്രണമെന്നും സൈനിക മേധാവി മറ്റൊരു രാജ്യത്ത് നടത്തിയ പ്രസ്താവനയെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. പാക് സൈനിക മേധാവിയുടെ വാക്കുകളിലെ നിരുത്തരവാദിത്വം അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു. സൈന്യം ഭീകര സംഘടനകളുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തെ ആണവ നിയന്ത്രണ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ന്യായമായ സംശയങ്ങളെ ഈ സംഭവം ഊട്ടിയുറപ്പിക്കുന്നുവെന്നാണ് പ്രസ്താവനയിൽ ഇന്ത്യ വ്യക്തമാക്കിയത്. അസീം മുനീർ നടത്തിയ ആണവ ഭീഷണിക്കെതിരെ കടുത്ത വിമർശനവുമായി പെന്റഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റൂബിനും രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രത്തെ പോലെ പെരുമാറുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. കൊല്ലപ്പെട്ട ഭീകരൻ ഒസാമ ബിൻ ലാദനെ പോലെയാണ് അസീം മുനീർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. സൈനിക മേധാവിയുടെ പ്രസ്താവന പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും IS-ഉം ഒസാമ ബിൻ ലാദനും മുൻപ് നടത്തിയ പ്രസ്താവനകൾക്ക് സമാനമാണെന്നും റൂബിൻ പറഞ്ഞിരുന്നു. അസീം മുനീർ കോട്ട് ധരിച്ച ഒസാമ ബിൻ ലാദനാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. അമേരിക്കൻ മണ്ണിൽ നിന്ന് പാക് സൈനിക മേധാവിയുടെ വെല്ലുവിളി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാന് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് പലരുടെയും മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു.